Hi students, welcome back to QA Focus. ഇന്ന് നമ്മൾ +1 ഫിസിക്സ് എക്സാം ഓണം എക്സാമിന് പാസ് മാർക്ക് ഉറപ്പാക്കാനുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു 20+ മാർക്കിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പാസ് മാർക്ക് സംഘടിപ്പിക്കാനായിട്ട് പറ്റും. ഇനി ഓരോ ചാപ്റ്ററിൻ്റെയും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുള്ള വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ചാപ്റ്റർ വൈസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും കാണാൻ മറക്കരുതും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇത് ജസ്റ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്കിൻ്റെ 20+ മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, പെട്ടെന്ന് നോക്കിയേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മാച്ച് ദ ഫോളോയിങ്ങിനകത്ത് ഇമ്പൾസ്, സർക്കുലർ മോഷൻ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് തേർഡ് ലോ എന്നിട്ട് മാച്ച് ചെയ്യേണ്ടത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ടാണ് രണ്ടെണ്ണത്തിന് 1 മാർക്ക് വെച്ചിട്ടാണ് നമുക്കിവിടെ വരുന്നത്. മാച്ച് ദ ഫോളോയിങ്ങിനകത്ത് 2 ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് 1 മാർക്ക്, അങ്ങനെ നമുക്ക് 4 എണ്ണത്തിന് 2 മാർക്കാണ് തന്നിരിക്കുന്നത്. ഇമ്പൾസുമായിട്ട് ഇവിടെ മാച്ച് ചെയ്യുന്നത് ഏതാണെന്ന് നോക്കണം. അതായത് ഇമ്പൾസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്, പഠിച്ചിട്ടുണ്ടാവും. എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം അല്ലേ, എന്ന് വെച്ചാൽ F×Δt. ഇനി നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റോ ആണ് അല്ലേ. Δp/Δt ആണ്. അല്ലെങ്കിൽ ചിലപ്പം പഠിച്ചിരിക്കുന്നത് dp/dt എന്നായിരിക്കും. 2 എഴുതിയാലും ശരിയാണേ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നിങ്ങൾ ഏതാണോ പഠിച്ചിരിക്കുന്നത് അത് എഴുതിക്കോ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടിയെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? F×dt = dp എന്ന് വരും. F×dt ആരാണ്? ഇമ്പൾസ് ആണ്. അപ്പോൾ ഇമ്പൾസ് എന്തിന് ഈക്വൽ ആണ്? ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇമ്പൾസ് ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ഈക്വൽ ആണ്. അപ്പോൾ ഇമ്പൾസിന് മാച്ച് ചെയ്യുന്ന ആരാണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം. കണ്ടോ, ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് ഇമ്പൾസിന് മാച്ചിങ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് സർക്കുലർ മോഷനാണ്. സർക്കുലർ മോഷൻ നമുക്കറിയാം ഏത് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഇനി ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ഫോഴ്സ് എന്താണെന്നുള്ളതും പറയുന്നുണ്ട്, ഇനേർഷ്യ എന്താണെന്നുള്ളതും പറയുന്നുണ്ട്. എന്തുമായിരുന്നു ഇനേർഷ്യ? പെട്ടെന്നൊന്ന് ഓർത്ത് നോക്കിയ ഇനേർഷ്യ ഇൻഎബിലിറ്റി of an object to change its state. അതായത് റെസ്റ്റിലിരിക്കുന്ന ഓബ്ജക്റ്റ് റെസ്റ്റിൽ തന്നെ ഇരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടേ തന്നെ ഇരിക്കും. റെസ്റ്റിലിരിക്കുന്ന ഓബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ തുടങ്ങണമെങ്കിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണ്ടി വരും? ഫോഴ്സ് വേണ്ടി വരും. അതായത് ഇന്നെബിലിറ്റിയാണ്. ഒരു ഓബ്ജക്റ്റിന് ഒരിക്കലും തന്നെ അതിൻ്റെ സ്റ്റേറ്റ് മാറ്റാനായിട്ട് പറ്റത്തില്ല. ഇന്നെബിലിറ്റി ഓഫ് ആൻ ഓബ്ജക്റ്റ് ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ എന്തിൻ്റെ ഡെഫിനേഷനും കൂടി പഠിച്ചു? ഇനേർഷ്യയുടെ ഡെഫിനേഷനും കൂടി പഠിച്ചു. ഇനേർഷ്യ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഡിഫൈൻ ഇനേർഷ്യ. ഇറ്റ് ഈസ് ദ ഇന്നബിലിറ്റി ഓഫ് ആൻ ഓബ്ജക്റ്റ് ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ്. ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇനേർഷ്യയാണ്. ഇനി ന്യൂട്ടൺസ് തേർഡ് ലോ ഇനി ഇതിനകത്ത് ബാക്കി വരുന്ന റീകോയിൽ ഓഫ് ഗൺ മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി ന്യൂട്ടൺസ് തേർഡ് ലോ എന്താ പറയുന്നത്? ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ. ആക്ഷന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ആരുണ്ട്? റിയാക്ഷൻ ഉണ്ട്. അതാണ് ആര് പറയുന്നത്? ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് എന്ത്? റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ആൻസർ ചെയ്താൽ നമുക്ക് 2 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ഒപ്പം നമ്മൾ 2-3 എക്സ്ട്രാ കാര്യങ്ങളും കൂടി പഠിച്ചു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഇമ്പൾസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനേർഷ്യ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുന്നത് ആക്ഷൻ ഈക്വൽ ടു റിയാക്ഷൻ ആണ് അല്ലേ. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നെയിം ന്യൂട്ടൺസ് ലോ ദാറ്റ് ഹെൽപ്സ് ടു മെഷർ ഫോഴ്സ്. ഫോഴ്സ് മെഷർ ചെയ്യാനുള്ള ന്യൂട്ടൺസ് ലോ ഏതാണ്? ഫോഴ്സ് മെഷർ ചെയ്യാനുള്ള ന്യൂട്ടൺസ് ലോ എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ആണ്. ഫോഴ്സ് മെഷർ ചെയ്യാനുള്ളത്.
ഇനി സ്റ്റേറ്റ് ദ ലോ. ആ ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ നമുക്കതിനൊരു 2 മാർക്ക് കൂടി കിട്ടിയേക്കും. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എഴുതുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഡെറിവേഷൻ ഉണ്ടല്ലോ, ഫോഴ്സ് പ്രൊപ്പോർഷൻ ടു ഡി പി എന്നൊക്കെ ഉള്ളതൊക്കെ, ഡി പി ബൈ ഡി ടി ഒക്കെ എഴുതിയിട്ട് ബാക്കി കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. ജസ്റ്റ് ലോ മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിൽ അതൊരു 1 മാർക്കിനായിരിക്കും. ലോ മാത്രം സ്റ്റേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റേറ്റ് ദ ലോ. ലോ എന്താ പറയുന്നത്? ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഓബ്ജക്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഫോഴ്സ് proportional to rate of change of momentum. ഇതാണ് ആര് പറയുന്നത്? സെക്കൻഡ് ലോ പറയുന്നത്. ഇതിനെന്താ പറയുന്ന? പ്രൊപ്പോർഷണൽ. പ്രൊപ്പോർഷണൽ. ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഇതാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പറഞ്ഞിരിക്കുന്നത്. യൂസിങ് ദി എബോ ലോ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് ഡിറൈവ് ചെയ്യാനായിട്ട് നമുക്കറിയാം. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഡി പി ബൈ ഡി ടി. ഒരു ഓബ്ജക്റ്റിൻ്റെ മാസ് എം ആണ്, അത് യു വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്കതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു യു എന്ന് എഴുതാം. ടി സെക്കൻഡ് കഴിഞ്ഞപ്പം അതിൻ്റെ വെലോസിറ്റി ടൈം ടി സെക്കൻഡ് കഴിഞ്ഞപ്പം അതിൻ്റെ വെലോസിറ്റി വി ആയിട്ട് മാറി. കാരണം അതിനകത്തൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ സ്പീഡ് വി ആയിട്ട് മാറി. ഫോർ എക്സാമ്പിൾ, ഒരു കാർ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളത് ആക്സലറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി. സ്പീഡ് കൂട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ വെലോസിറ്റി കൂടി, അല്ലേ? വെലോസിറ്റി കൂടിയപ്പോൾ അത് എന്തായിട്ട് മാറി? വി ആയിട്ട് മാറി. അപ്പോൾ ആദ്യം അത് യു വെലോസിറ്റി മൂവ് ചെയ്തുകൊണ്ടിരുന്നു. ടി സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്തു? ഒന്ന് കൂട്ടിയപ്പോഴത്തേക്ക് അത് എന്തായിട്ട് മാറി? വി ആയിട്ട് മാറി. അങ്ങനെയെങ്കിൽ ഫൈനൽ വെലോസിറ്റി നമുക്ക് എന്തെഴുതാം? വി എഴുതാം, അല്ലേ? ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇവിടെ ഇനിഷ്യൽ മൊമെൻറ്റം എന്തായിരിക്കും? ഇനിഷ്യൽ മൊമെൻറ്റം P1, അല്ലേ? മൊമെൻറ്റത്തിന് P ആണ് ലെറ്റർ, ഈക്വൽ ടു എം യു. ഫൈനൽ മൊമെൻറ്റോ എം വി. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്തായിരിക്കും? എം വി മൈനസ് എം യു, അല്ലേ? നമുക്ക് മൊമെൻറ്റം P2 മൈനസ് P1 ബൈ, എടുത്ത് സ്മോൾ ടൈം ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഡി ടി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഓക്കെ, നമുക്കിവിടെ ടൈം ടി എന്ന് തന്നെ കൊടുക്കാം. M2 ആരായിരുന്നു? എം വി. സോറി, P2 എന്ന് പറയുന്നത് എം വി, P1 എന്ന് പറയുന്നത് എം യു ബൈ ടൈം ടി. എം ഇൻറ്റു വി മൈനസ് യു എന്ന് എടുക്കാം, അല്ലേ? ഇവിടെ എം കോമൺ ആയിട്ട് എടുക്കാം. എം ഇൻറ്റു വി മൈനസ് യു എന്ന് കിട്ടും, ബൈ ടി. ഇനി ഈ ക്വാണ്ടിറ്റി എന്താണ്? വി മൈനസ് യു ബൈ ടി. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇസ് ഈക്വൽ ടു ആക്സലറേഷൻ എ ആണ്, അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇസ് ഈക്വൽ ടു ആക്സലറേഷൻ എ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? എഫ് ഈക്വൽ ടു എം എ എന്ന് കിട്ടും. ശരിക്കും നമ്മളിവിടെ എഴുതുമ്പം ഇവിടെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും പ്രൊപ്പോർഷണാലിറ്റി തന്നെ കൊടുക്കുക, ഇവിടെയും പ്രൊപ്പോർഷണാലിറ്റി തന്നെ കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു എം എ എന്ന് വരും, അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു എം എ എന്ന് വരും. എന്നിട്ട് കെയുടെ വാല്യൂ എത്രയാണ്? കെ ഈക്വൽ ടു 1 ആണ്. അങ്ങനെയെങ്കിൽ എഫ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? എം എ എന്ന് കിട്ടും. ഇനി അതിന് പകരം ഇവിടുന്ന് തന്നെ എഫ് ഈക്വൽ ടു P2 മൈനസ് P1 ബൈ ടി ഇട്ടിട്ട് എം വി മൈനസ് എം യു ബൈ ടി ഇട്ട് ചെയ്താലും തെറ്റില്ല. കാര്യം എന്താ? ഇവിടെ കോൺസ്റ്റൻറ്റ് വാല്യൂ 1 ആണ്. കോൺസ്റ്റൻറ്റ് വാല്യൂ 1 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ഇട്ട് ചെയ്ത് വന്നു. അവസാനം കെ ഈക്വൽ ടു 1 എന്ന് എഴുതിയാലും ഇവിടുന്ന് ഈക്വൽ ടു ഇട്ട് ചെയ്തു പോന്നാലും തെറ്റൊന്നുമില്ല, രണ്ടും ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ ലോ സ്റ്റേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടി എഴുതണം. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ജസ്റ്റ് ലോ എന്താണെന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? അപ്പോൾ ഈ സെക്ഷനിൽ നമുക്കൊരു 3 മാർക്ക് നമുക്ക് ഉറപ്പിക്കാമല്ലോ.
അല്ലേ? ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാസ് നോ ഡയമെൻഷൻ? ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? ഫസ്റ്റ് വൺ ആംഗുലർ മൊമെൻറ്റം, ടോർക്ക്, പ്രഷർ, സ്ട്രെയിൻ. ഈ ഡയമെൻഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ആ തംബ്നെയിൽ കൊടുത്തിരിക്കുന്നത് തന്നെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്, ഡയമെൻഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടാണ്. പെട്ടെന്ന് മനസ്സിലാവും നോക്കിക്കഴിഞ്ഞാൽ. ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കരുത്. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥിരം എക്സാമിന് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കുന്ന, ഓൾട്ടർനേറ്റ് ആയിട്ട് പല വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള ഡയമെൻഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ സെയിം ഡയമെൻഷൻ വരുന്നത് ഏതൊക്കെയാണ്, ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഉറപ്പായിട്ടും കണ്ടോണം. നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ ആണ് ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി. അതായത് സ്ട്രെയിൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. Strain equal to change in dimension by original dimension. ഇനി ഈ ഡയമെൻഷൻ എന്ന് പറഞ്ഞിടത്ത് വേണമെങ്കിൽ നമുക്ക് ലെന്ത് വരാം. അപ്പം നമുക്ക് ലെന്ത് ബൈ ലെന്ത് വരും. ഏരിയ വരാം, ഏരിയ ബൈ ഏരിയ വരും. വോളിയം വരാം, വോളിയം ബൈ വോളിയം വരും. എന്ന് വെച്ചാൽ എല്ലാം ക്യാൻസലായി പോവില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്, ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ ആയോ? ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ഇതേപോലെ ഡയമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ്, നോട്ട് ചെയ്തിട്ടോണേ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. സർക്കുലർ മോഷനകത്ത് പഠിച്ചു കാണും. ചില സ്കൂളിൽ എടുത്ത് കാണും, ചിലയിടത്ത് എടുത്ത് കാണത്തില്ല, അത്ര എത്തിക്കാണത്തില്ല. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് തീറ്റയാണ്. അതായത് ഒരു ഓബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ കൂടി മൂവ് ചെയ്യുമ്പം, സർക്കുലർ പാത്തിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റ് ആദ്യത്തെ പൊസിഷൻ എ ആയിരുന്നു, പിന്നെ അതിൻ്റെ പൊസിഷൻ ബി ആയി. അപ്പം കണ്ടോ, ഈ ആംഗിൾ സെൻറ്ററിൽ മേക്ക് ചെയ്യുന്ന ഈ ആംഗിളിനെയാണ് നമ്മൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആംഗിൾസിനൊന്നിനും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റും ഡയമെൻഷൻലെസ് ആണ്. നമുക്കിവിടെ ക്വസ്റ്റിനകത്ത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടില്ല, എക്സ്ട്രാ ഒന്ന് മനസ്സിലാകാനായിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് ആരാ? സ്ട്രെയിൻ ആണ്. ആംഗുലർ മൊമെൻറ്റത്തിനുണ്ട്, ടോർക്കിനുണ്ട്, പ്രഷറിനുണ്ട്. ഓക്കെ, വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയുടെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ മെയിനായിട്ട് നമുക്ക് 2 കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. എന്തൊക്കെയാണ്? ഫോഴ്സും പിന്നെ ഒരെണ്ണം നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ, ഇനേർഷ്യ. അല്ലേ? ഇനേർഷ്യ എന്താന്ന് പറയുന്നത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയാണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയിൽ നിന്നാണ് നമുക്ക് ഫോഴ്സും ഇനേർഷ്യയും എന്താന്നുള്ള ഐഡിയ കിട്ടുന്നത്. ഫോഴ്സ് ആൻഡ് ഇനേർഷ്യ. ദെൻ എ മാൻ ജമ്പിങ് ഔട്ട് ഓഫ് എ മൂവിങ് ബസ് ഫോൾസ് ഫോർവേഡ്. വൈ? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങുന്നയാൾ കുറച്ച് ദൂരം ഒന്ന് പെട്ടെന്നൊന്ന് മുമ്പോട്ടൊന്ന് വീഴാൻ പോകും, അല്ലെങ്കിൽ കുറച്ച് ദൂരം ഒന്ന് ഓടിയിട്ടേ നിൽക്കത്തുള്ളൂ. കാര്യം എന്താ? ഇനേർഷ്യ ആണ്. ശരിക്കും അവിടെ വരുന്നത് ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. ഇനേർഷ്യ ഓഫ് മോഷൻ. ഇത് എല്ലാം പഠിച്ചിട്ടോണം. ഇനേർഷ്യയുടെ എക്സാമ്പിൾസ് എല്ലാം ഒത്തിരി ഉണ്ട്. അതായത് മൂവ് ചെയ്യുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുന്നയാൾ മുമ്പോട്ട് വീഴാനായിട്ട് തുടങ്ങും. കാരണം എന്താ? അയാൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾക്ക് എന്തിനുള്ള ടെൻഡൻസിയാണ്? മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി തന്നെയാണ്. അതുകൊണ്ടാണ് അയാൾ പെട്ടെന്ന് മുമ്പോട്ട് വീഴാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ മുമ്പോട്ട് കുറച്ച് ദൂരം കൂടി ഓടുന്നത്. അതുപോലെ ബസ് പെട്ടെന്ന് നിർത്തുമ്പോഴും ബസ്സിലിരിക്കുന്നവർ എന്ത് ചെയ്യും? ഒന്ന് മുമ്പോട്ട് പെട്ടെന്നൊന്ന് ബെൻഡ് ചെയ്യും, അല്ലേ? പെട്ടെന്നൊന്ന് മുമ്പോട്ടൊന്ന് വീഴാനായിട്ടൊന്ന് അങ്ങോട്ടേക്കൊന്ന് കുനിയുന്ന പോലെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ബസ് മൂവ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം ആൾക്കാർക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് മുമ്പോട്ടൊന്ന് വീഴാനായിട്ട് പോകുന്നത്. അതുപോലെ ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴും അതിനകത്ത് ഇരിക്കുന്ന ആളൊന്ന് ബാക്കിലേക്കൊന്ന് ചായും. കാര്യം എന്താ?
റെസ്റ്റിലിരിക്കുമായിരുന്നു. റെസ്റ്റിൽ തന്നെ ഇരിക്കാനുള്ള ടെൻഡൻസിയാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ബാക്കിലേക്ക് ചായുന്നത്. അതുപോലെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ബൈക്കൊക്കെ പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൈക്കിൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് ഒന്ന് വീഴുകയല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ജെർക്ക് ചെയ്യും. ഫ്രണ്ടിലേക്കായിരിക്കും പെട്ടെന്നൊന്ന് മൂവ് ചെയ്യുന്നത്. കാര്യം ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തിനുള്ള ടെൻഡൻസിയാണ്? മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് മുമ്പോട്ടൊന്ന്. അപ്പം ഇങ്ങനെ ഇനേർഷ്യയുടെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ആ എക്സാമ്പിൾസ് എല്ലാം ഒന്ന് വായിച്ച് വിട്ടേക്കണം. ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. ഐഡിയ നമ്മുടെ മൈൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എക്സാമിന് എഴുതും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലുള്ള എല്ലാ എക്സാമ്പിൾസും ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കണം. അടുത്തത്, ബൈ ന്യൂട്ടൺസ് തേർഡ് ലോ action and reaction are equal but they do not cancel each other. Why? ന്യൂട്ടൺ തേർഡിൽ എന്താ പറയുന്നത്? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആക്ഷൻ ഉണ്ടെങ്കിൽ അതിനെന്തുണ്ട്? റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകണ്ടേ? എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യുന്നില്ല? അതായത് എ എന്ന് പറയുന്ന ബോഡി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ബിയിലാണ്, ബി തിരിച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എയിലാണ്. എന്ന് വെച്ചാൽ രണ്ട് ഫോഴ്സും ആക്ട് ചെയ്യുന്നത് ഒരേ ഓബ്ജക്റ്റിലല്ല. ആക്ഷനും റിയാക്ഷനും ആക്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ഓബ്ജക്റ്റിലാണ്. അപ്പോൾ ഒരേ ഓബ്ജക്റ്റിലേക്കാണ് രണ്ട് ഫോഴ്സ് വരുന്നതെങ്കിൽ മാത്രമേ അത് ക്യാൻസലായി പോവുള്ളൂ. ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒന്ന് എയിലും ഒന്ന് ബിയിലുമാണ്. അതുകൊണ്ട് അതൊരിക്കലും എന്ത് ചെയ്യില്ല? ക്യാൻസലായി പോകത്തില്ല. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോണം. കാര്യം എന്താ അത് ക്യാൻസൽ ആകാത്തതിന്? ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ ബിക്കോസ് എന്താ കാര്യം? ദേ ആക്ട് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്. പല ഓബ്ജക്റ്റിലാണ് അത് ആക്ട് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്. ഡിഫറെൻറ്റ് ബോഡീസിലാണ് അത് ആക്ട് ചെയ്യുന്നത്, ഒരേ ബോഡിയിലല്ല ആക്ട് ചെയ്യുന്നത്. കാര്യം പിടി കിട്ടിയോ? ഓക്കെ. അപ്പോൾ അത് നമുക്കൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് നമുക്ക് പാസ് മാർക്ക് സെറ്റ് ചെയ്യാനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. ഒപ്പം ഫുൾ മാർക്ക് എയിം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ A+ എയിം ചെയ്യുന്നവർക്ക് ചില ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോകുമ്പോഴായിരിക്കും നമുക്ക് A+ഉം Aയും ഒക്കെ കയ്യിൽ നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ ഫുൾ മാർക്കൊക്കെ കയ്യിൽ നിന്ന് പോകുന്നത്. മുഴുവൻ പഠിച്ചു മുഴുവൻ എഴുതി, പക്ഷേ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ കിട്ടിയില്ല അല്ലേ? അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചെയ്തു, പക്ഷെ അതിൻ്റെ കൂടെയുള്ള ഒരെണ്ണം അറിയത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് A+ഉം Aയും ഫുൾ മാർക്കും ഒക്കെ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനും ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ. പാർട്ട് ഓഫ് ദ പ്രൊജക്റ്റൈൽ അറിയാം. +1 ഏത് സമയത്ത് ചോദിച്ചാലും നമ്മൾ പറയേണ്ട ആൻസറാണ് പരാബോള. പാർട്ട് ഓഫ് എ പ്രൊജക്റ്റൈൽ ഇസ് എ പരാബോള. റൈറ്റ് ദ എക്സ്പ്രഷൻ ഓഫ് റേഞ്ച് ഓഫ് എ പ്രൊജക്റ്റൈൽ. റേഞ്ച് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എഴുതാനാണ്. ഇവിടെ നമ്മൾ റേഞ്ച് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ റേഞ്ച് ചോദിക്കാം, ഹൈറ്റ് ചോദിക്കാം, ടൈം ഓഫ് ഫ്ലൈറ്റ് ചോദിക്കാം. അതുകൊണ്ട് അത് 3 പഠിച്ചിട്ടോണം. നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് 3 മാറിയും തിരിഞ്ഞും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറയില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്, ഇതേ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇത് 3 തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്നതാണ് പല രീതിയിൽ. ചിലപ്പോൾ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം, ചിലപ്പം വെറുതെ എഴുതാൻ ചോദിക്കാം, ചിലപ്പം പ്രോബ്ലത്തിനകത്ത് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. ഓക്കെ. ഇനി ഇതിൻ്റെ 3ൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഡിറൈവ് ചെയ്യാനായിട്ട്, പെട്ടെന്ന് ഡിറൈവ് ചെയ്യാനായിട്ട് സിമ്പിൾ സ്റ്റെപ്പിൽ പെട്ടെന്ന് പഠിക്കാനുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കരുതും. അതിൻ്റെയും ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. അതൊരു 3 or 4 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ഡെറിവേഷനാണ് ചോദിക്കുന്നതെങ്കിൽ, ഫോർമുല ഡിറൈവ് ചെയ്യാനാണ് ചോദിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു 3 or 4 മാർക്ക് അതിന് ഉറപ്പാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളത് 3 പഠിച്ചിട്ടോണം. അതായത് പ്രൊജക്റ്റൈൽ മോഷനകത്ത് ആ 3 ഉറപ്പായിട്ടും പഠിക്കണം. അതുപോലെ ന്യൂട്ടൺസ് ലോ 3 ഉറപ്പായിട്ടും പഠിക്കണം. അതുപോലെ തന്നെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനുള്ളത് ഏതാ? ഇക്വേഷൻ ഓഫ് മോഷൻ V = U + AT അല്ലേ? V² = U² + 2AS, S = UT + ½ AT². അതും ഉറപ്പായിട്ടും പഠിച്ചോണം. ഇതെല്ലാം ഒരു 4 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഓരോന്നിൽ നിന്ന് ഓരോന്ന് വീതം കിട്ടുക എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് 12 മാർക്ക് നിങ്ങൾക്ക് സേഫ് ആക്കാൻ പറ്റില്ലേ? പോട്ടെ, ഒരു 2 6 മാർക്കും ഒരു 4 മാർക്കും ആയിക്കോട്ടെ, എന്നാൽ പോലും നിങ്ങൾക്ക് ഒരു 10 മാർക്ക് സേഫ് ആക്കാൻ പറ്റില്ലേ? അപ്പോൾ ഉറപ്പായിട്ടും അത് 3
പഠിച്ചിട്ടോണം കേട്ടോ, മറന്നു പോരുതേ. ഓക്കെ, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സ്പ്രഷൻ എഴുതാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഡിറൈവ് ചെയ്യാനുള്ളതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം, മറന്നു പോയേക്കല്ലേ. ഇവിടെ നമുക്ക് R = റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ ഒന്ന് ഓർത്ത് നോക്കിയേ പെട്ടെന്ന് പഠിച്ചിട്ടുള്ളവർ. sin 2θ/g, u² sin 2θ/g. ഇനി അതിൻ്റെ കൂടെ എന്താ ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ കണ്ടീഷൻ ഓഫ് മാക്സിമം റേഞ്ച് ഫോർ സെയിം വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. സെയിം വെലോസിറ്റി ഓഫ് പ്രൊജക്ഷന് മാക്സിമം റേഞ്ച് കിട്ടാനുള്ള കണ്ടീഷൻ എന്താണ്? നോക്കി, ഇവിടെ റേഞ്ച് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് വെലോസിറ്റി ഇൻക്രീസ് ചെയ്താൽ മതി അല്ലേ? u കൂടുകയാണെങ്കിൽ u² ഉറപ്പായിട്ടും കൂടും. നമുക്ക് എന്ത് കൂടും? റേഞ്ച് കൂടും. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് u മാറുന്നില്ല, u സെയിം ആയിട്ട് തന്നെ നിൽക്കണം. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടണം? മാക്സിമം റേഞ്ച് കിട്ടണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഈ sin 2θയുടെ വാല്യൂ എന്ന് പറയുന്നത്, നമുക്ക് ഈ ക്വാണ്ടിറ്റി നമുക്ക് മാക്സിമം ആകണമെന്നുണ്ടെങ്കിൽ g കോൺസ്റ്റൻ്റ് ആണ്. ജിയെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് u കോൺസ്റ്റൻ്റ് ആണെന്ന്, സെയിം വെലോസിറ്റി ആണെന്ന്. പിന്നെ നമുക്ക് ചേഞ്ച് വരുത്താവുന്ന ആകെപ്പാട് ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം sin θയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 to 1 ആണ് വേരി ചെയ്യുന്നത് അല്ലേ? 0 to 1 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇത് മാക്സിമം ആകണമെന്നുണ്ടെങ്കിൽ sin 2θ = 1 ആയിരിക്കണം. sin 2θ 1 ആകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2θയുടെ വാല്യൂ എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. 2θ 90 ആണെങ്കിൽ തീറ്റ എത്രയായിരിക്കും? 90/2 = 45. 90/2 = 45. അതായത് തീറ്റയുടെ വാല്യൂ 45 ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഡിഗ്രി ആണെങ്കിൽ R എന്തായിരിക്കും? R മാക്സിമം ആയിരിക്കും. R മാക്സിമം ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ എന്താ കണ്ടീഷൻ ഫോർ മാക്സിമം റേഞ്ച്? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ = 45 ഡിഗ്രി, അല്ലെങ്കിൽ തീറ്റ = 45 ഡിഗ്രി എന്ന് എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. തീറ്റ = 45 ഡിഗ്രി. കുറച്ചും കൂടി നമ്മൾ ക്ലാരിറ്റിയിൽ എഴുതുവാണെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ = 45 ഡിഗ്രി. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അവിടെ നമ്മളൊരു 3 മാർക്ക് സെക്യൂർ ആക്കി. സെറ്റല്ലേ? അടുത്ത ദിവസം നോക്കിയേ. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഓബ്ജക്റ്റ് ഈസ് ഗിവൺ ബിലോ. ഒരു ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്തേരെ. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പൊസിഷനുമാണ്. ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഗ്രാഫാണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ? പക്ഷെ പാരലൽ അല്ല, ടൈം ആക്സിസിലേക്ക് ചരിഞ്ഞിരിക്കുന്ന ഒരു ഗ്രാഫാണ്. സെറ്റാണോ? ഓക്കെ, ഇനി ഇതിൻ്റെ ബേസ് ചെയ്ത് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് അറിയണ്ടയോ? നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഗ്രാഫ്? ഏത് ടൈപ്പ് ഓഫ് മോഷനാണ് ഈ ഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഗ്രാഫ് ഇങ്ങനെയായിരുന്നു, ഇവിടെ ടൈം ആയിരുന്നു, ഇവിടെ എക്സ് ആയിരുന്നു അല്ലേ? പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഇനി ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടുകയാണെങ്കിൽ അതൊരു യൂണിഫോം മോഷനാണ് അല്ലേ? അപ്പോൾ ഗ്രാഫ് എന്താണ്? യൂണിഫോം മോഷനാണ്. ഇനി എക്സും ടിയും ആണ് തന്നിരിക്കുന്നത്. x/t എന്ന് വെച്ചാൽ വെലോസിറ്റി ആണ് അല്ലേ? എന്ന് വെച്ചാൽ അതെന്താണ്? യൂണിഫോം വെലോസിറ്റിയിലാണ്. യൂണിഫോം വെലോസിറ്റിയിലാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഗ്രാഫ് എന്തിൻ്റെ ഗ്രാഫാണ്? യൂണിഫോം വെലോസിറ്റി ഗ്രാഫാണ്. യൂണിഫോം വെലോസിറ്റി ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് എക്സ്ട്രാ ആയിട്ടൊന്ന് പറഞ്ഞു തന്നേക്കാം. vt ആയിരുന്നെങ്കിൽ നമ്മളിവിടെ എന്തെഴുതിയേനെ? അതും യൂണിഫോം മോഷൻ തന്നെയാണ്, പക്ഷേ യൂണിഫോം ആക്സലറേഷനാണ്. കാര്യം എന്താ? v/t ആരാ? ആക്സലറേഷനാണ്. x/t വെലോസിറ്റി ആയതുകൊണ്ടാണ് നമ്മൾ യൂണിഫോം വെലോസിറ്റി എഴുതിയത്. അപ്പം v/t വന്നാൽ എന്തായിരിക്കും? ആക്സലറേഷൻ ആയിരിക്കും. സെറ്റല്ലേ? അപ്പോൾ ഇവിടെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇവിടെ നമ്മൾ 2 മാർക്കിൻ്റെ കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. ഇതൊരു 1 മാർക്ക് ആയിരിക്കും, ഇതൊരു 1 മാർക്ക്. അപ്പോൾ 2 മാർക്കിൻ്റെ കാര്യങ്ങൾ നമ്മളിവിടെ സെറ്റിൽ ചെയ്തു. ഓക്കെ, അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ്? അതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. സ്ലോപ്പ് എടുക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് Δx ആയിരിക്കും, ഇതെന്ന് പറയുന്നത് Δt ആയിരിക്കും അല്ലേ? അപ്പോൾ സ്ലോപ്പ് = Δx/Δt, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ആരാ? വെലോസിറ്റി.
അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്കൊന്ന് പഠിച്ചേക്കാം. എന്തായിരിക്കും സ്ലോപ്പ്? സ്ലോപ്പ് എന്ന് പറയുന്നത് ഇത് വി ആണ്, ഇത് ടി ആണ് അല്ലേ? ഈ സൈഡ് ടി ആണ്, ഈ സൈഡ് വി ആണ്. അപ്പോൾ എന്ത് കിട്ടും? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് വെച്ചാൽ ആരായിരിക്കും? ആക്സലറേഷൻ ആയിരിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ എന്തേ നമുക്ക് ചോദിച്ചിട്ടുള്ളൂ? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആരാ? വെലോസിറ്റി ആണ്. ഇനി എക്സ് ടിക്ക് പകരം വി ടി ആണ് തരുന്നതെങ്കിൽ അറിഞ്ഞിരിക്കാനായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇത് കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. അടുത്തത്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ആൻ ഇക്വേഷൻ മസ്റ്റ് ഹാവ് സെയിം ഡയമെൻഷൻ. ഇതേത് പ്രിൻസിപ്പിളാണ്? ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ രണ്ട് കാര്യം ഇവിടെ പഠിച്ചോണം. ഹോമോജിനിറ്റി പ്രിൻസിപ്പിളാണ്, ഇതിൻ്റെ പേരൊന്നും പഠിച്ചോണം, പ്ലസ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്നും പഠിച്ചോണം. എന്താ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ? തിരിച്ചും ചോദിക്കാമല്ലോ. സ്റ്റേറ്റ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ എന്ന് ചോദിക്കാമല്ലോ. എന്താ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ആൻ ഇക്വേഷൻ മസ്റ്റ് ഹാവ് സെയിം ഡയമെൻഷൻ. ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡിലുമുള്ള ക്വാണ്ടിറ്റീസിൻ്റെ എന്ത് സെയിം ആയിരിക്കും? ഡയമെൻഷൻ എപ്പോഴും സെയിം ആയിരിക്കും. നമ്മൾ ഹാഫ് എം വി സ്ക്വയർ എഴുതി, എം ജി എച്ച് എഴുതി, രണ്ട് എനർജിയുടെ ഇക്വേഷനാണ് അല്ലേ? അങ്ങനെയാണ് ഈ രണ്ടിൻ്റെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ചാനലിൽ കിടപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, പെട്ടെന്ന് പിടികിട്ടിക്കോളും കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഹാവിങ് ദ സെയിം ഡയമെൻഷൻ? ഇത് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദിച്ചു വരുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു 3-4 എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ പലത് ചോദിക്കാം, പല കോമ്പിനേഷൻ തന്നിട്ട് ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നോട്ട്ബുക്കിൻ്റെ സൈഡിൽ തന്നെ സെയിം ഡയമെൻഷൻ വരുന്നതൊക്കെ കൂടി ഒന്നിച്ചൊന്ന് എഴുതിയിട്ടേക്കുക. ഏതിനൊക്കെ സെയിം ഡയമെൻഷൻ വരും അതൊക്കെ കൂടി എഴുന്നേറ്റിട്ട് ഒരു ബോക്സ് വരച്ചിട്ടാൽ മതി. അപ്പോൾ ആ ബോക്സിനകത്ത് കിടക്കുന്ന എല്ലാത്തിനും ഒരേ ഡയമെൻഷനാണ്. ഇവിടെ നമുക്ക് വരുന്നത് വർക്ക്, എനർജി, ഫോഴ്സ്, ടോർക്ക്, 4 കാര്യങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വർക്ക് എന്ന് പറയുന്നത്. വർക്കും എനർജിയും എപ്പോഴും സെയിം ആണ്, കാരണം വർക്ക് ഡൺ ആണ് എപ്പോഴും എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം വർക്കും എനർജി സെയിം ആണ്, രണ്ടിൻ്റെ ഡയമെൻഷൻ എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ എന്നുള്ള വാക്ക് നമുക്ക് കളയാം, ഡിസ്റ്റൻസ് എടുക്കാം. അപ്പം ടോർക്കും എന്ത് തന്നെയാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ വർക്കും ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, ടോർക്കും ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. വർക്കും എനർജിയും എപ്പോഴും സെയിം ആയിരിക്കും എന്ന് വെച്ചാൽ ഇത് മൂന്നിനും സെയിം ഡയമെൻഷനാണ്. വർക്കിനും എനർജിക്കും ടോർക്കിനും സെയിം ഡയമെൻഷൻ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, മൊമെൻ്റ് ഓഫ് ഫോഴ്സിനും സെയിം ഡയമെൻഷനാണ്. മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ ആര് തന്നെയാണ്? ടോർക്ക് തന്നെയാണ്. അപ്പം നമ്മൾ ആരെയൊക്കെ നമ്മളിവിടെ നോട്ട് ചെയ്യണം? മൊമെൻ്റ് ഓഫ് ഫോഴ്സിനെ നോട്ട് ചെയ്യണം, ടോർക്കിനെ നോട്ട് ചെയ്യണം, പിന്നെ ആരും കൂടി ഇതിൻ്റെ കൂടെ വരും? വർക്കും വരും, എനർജിയും വരും. ഈ 4 എണ്ണത്തിന് സെയിം ഡയമെൻഷനാണ്. ഇത് 3, ഇത് 4, ഈ 4നും സെയിം ഡയമെൻഷൻ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ സെയിം ഡയമെൻഷൻ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇപ്പം തന്നെ പഠിക്കുമ്പോൾ എഴുതിയിട്ടോണം. എന്തിന് നമുക്ക് വേണ്ടുന്നതാ? മാർച്ചിൽ ഫൈനൽ എക്സാം എഴുതാനായിട്ട് വേണ്ടുന്നത് അല്ലേ? ഈ പഠിക്കുന്നതെല്ലാം എന്തിനുള്ള ഡെപ്പോസിറ്റാണ്? ഫൈനൽ എക്സാം ക്ലിയർ ചെയ്യാനുള്ള ഡെപ്പോസിറ്റാണ് അല്ലേ? സേവിങ്സ് ആണ് ഇപ്പോഴേ നമ്മൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കണ്ടോ? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. നമുക്കിവിടെ ടൈം തന്നിട്ടുണ്ട്, ഇവിടെ വെലോസിറ്റി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് പാർട്ട് ഓഫ് ദ ഗ്രാഫ് റെപ്രസെൻറ്റ്സ് യൂണിഫോം മോഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി? കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലുള്ള യൂണിഫോം മോഷൻ ഏത് സൈഡാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 0-ലിരുന്ന് വെലോസിറ്റി കൂടി വരുവാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്കും A to B ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 5 ആണ്, 5 മീറ്റർ/സെക്കൻഡ് ആണ്. അത് കഴിയുമ്പോൾ B ഇന്ന് സിയിലേക്ക് കുറഞ്ഞു വരികയാണ്. എന്ന് വെച്ചാൽ യൂണിഫോം വെലോസിറ്റി ട്രാവൽ ചെയ്യുന്ന എവിടെയാണ്?
എ ടു ബിയിലാണ്, എയിൽ നിന്ന് ബിയിലേക്കുള്ള മോഷനാണ് എന്ത്, യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് എഴുതാം, ബിറ്റ്വീൻ എ ആൻഡ് ബി, അല്ലെങ്കിൽ എ ടു ബി, എയിൽ നിന്നും ബിയിലേക്ക്. ഇനി അടുത്ത ക്വസ്റ്റൻ എന്താ ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ ടൈം 5 സെക്കൻഡ് ടു 10 സെക്കൻഡ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ടൈം ഇൻ്റർവൽ 5 സെക്കൻഡ് ടു 10 സെക്കൻഡ്. 5 സെക്കൻഡും 10 സെക്കൻഡിനും ഇടയ്ക്ക് വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ഇവിടെ വെലോസിറ്റി നമുക്ക് കിട്ടി 5 ആണെന്ന്, അല്ലേ, 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഇവിടെ നമുക്ക് ടൈം ഇൻ്റർവൽ 10 തുടങ്ങി 5 വരെയുള്ള ടൈം, 5 തുടങ്ങി 10 വരെ എന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്ക് എത്രയാണ് വരുന്നത്, 5 ആണ്, അല്ലേ. 10 - 5 എന്ന് പറയുന്നത് 5 ആണ്. ഇൻറ്റു 5 കൊടുത്തു നമുക്ക് എന്ത് കിട്ടി, 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അല്ലെങ്കിൽ നമുക്കിവിടെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏരിയ എന്ന് പറഞ്ഞെഴുതാം, അല്ലേ. ഏരിയ എൻക്ലോസ്ഡ് ബൈ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഏരിയ എൻക്ലോസ്ഡ് ബൈ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വരുന്ന ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഏരിയ എന്ന് പറഞ്ഞാൽ ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ഇവിടെ നോക്കിയാൽ ഈ ഡിസ്റ്റൻസ് എത്രയാ, ഈ ലെന്ത് എത്രയാ, 5 ആണ്, ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇനി ഇതെത്രയാ, 10 - 5 എന്ന് പറയുമ്പോൾ അതും 5 ആണ്. അതായത് ഇത് 5 ആണ് ക്വസ്റ്റിനുണ്ട്, ഇതും എന്ത് തന്നെയാണ്, 5 ആണ്. എന്ന് വെച്ചാൽ L × B എന്ന് പറയുന്നത് 5 × 5 = 25. രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ. ഏതാണോ എളുപ്പം അതന്നെ ചെയ്താൽ മതി. രണ്ടും മനസ്സിലാക്കിയിടുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. കാരണം ഇത് തന്നെ വേറെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാമല്ലോ. വാട്ട് ഈസ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി ഷെയ്ഡഡ് പോർഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇതൊന്ന് ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വാട്ട് ഈസ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദിസ് ഷെയ്ഡഡ് പോർഷൻ ചോദിക്കാമല്ലോ, അല്ലേ. അപ്പോൾ രണ്ടും പഠിച്ചിട്ടോ, അത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് എന്താ, വിച്ച് പോർഷൻ ഓഫ് ദ ഗ്രാഫ് ഗീവ്സ് യൂണിഫോം ആക്സലറേഷൻ. യൂണിഫോം ആക്സലറേഷൻ എവിടെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കിയാൽ വെലോസിറ്റി ടൈം ഗ്രാഫാണ്, അല്ലേ. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്. തൊട്ട് മുമ്പ് നമ്മളൊന്ന് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ കണ്ട്. ഈ ഇത് ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞതാണ്, അല്ലേ. അപ്പം O2A ആണ് നമുക്ക് ആക്സലറേഷൻ കിട്ടുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഡൗട്ട് തോന്നാം B2C എന്താ പ്രശ്നമെന്ന്. B2C എന്ന് പറയുമ്പം ഇവിടെ വെലോസിറ്റി 5 ആണ്, ഇവിടെ എത്തുമ്പം വെലോസിറ്റി 0 ആണ്. എന്ന് വെച്ചാൽ വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. വെലോസിറ്റി കുറയുവാണെങ്കിൽ നമുക്കതിന് എന്താ പറയുക, റിട്ടാർഡേഷൻ, അല്ലേ, അല്ലെങ്കിൽ ഡീസലറേഷൻ. ഓർക്കുന്നുണ്ടോ വാക്കുകൾ, റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ. അപ്പം ആക്സലറേഷൻ OA ആണ്, ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ BC ആണ്. അപ്പോൾ ഈ ക്വസ്റ്റനിൽ ഇപ്പം നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ആക്സലറേഷൻ ആണ്. അതിന് പകരം ഡീസലറേഷൻ ആണ് ചോദിച്ചതെങ്കിൽ നമ്മൾ എന്തെഴുതും, BC, അല്ലേ. റിട്ടാർഡേഷൻ ആണെങ്കിൽ BC, ആക്സലറേഷൻ ആണെങ്കിൽ OA. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? ഒന്ന് ഓർത്തോണം, നമ്മളൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതുമായിട്ട് ചെയ്തു വരുന്ന ഒരു 3 മാർക്കിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നിങ്ങളത് ഒരു പേപ്പറും പെന്നും കൂടി എടുത്തിട്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തൊന്ന് പൊയ്ക്കോണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു ഡബിൾ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡബിൾ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ പറയുന്ന ഈ പോയിൻറ്റ്സും കൂടി നോട്ട് ചെയ്ത് തന്നെ പൊയ്ക്കോണം. വാട്ട് ഈസ് ദ ഏരിയ അണ്ടർ ദി ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ താഴെ വരുന്ന ഏരിയ എന്തായിരിക്കും? ഒന്നും നോക്കണ്ട, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ കണ്ണു അടച്ചങ്ങ് എഴുതിക്കോ. ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ് കണ്ണു അടച്ചങ്ങ് എഴുതിക്കും. ഇനി ഈ സംഭവം എവിടെയെങ്കിലും വല്ല പരിചയമുണ്ടോ ഒന്ന് ഓർത്ത് നോക്കിക്കേ. എവിടെ ഈ സംഭവം ഇതിനു മുമ്പ് കണ്ടത്? ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വരച്ചിട്ട് ഇതിൻ്റെ ഏരിയയും ഫൈൻഡ് ഔട്ട് ചെയ്തു, ഇതിൻ്റെ ഏരിയയും ഫൈൻഡ് ഔട്ട് ചെയ്തു. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്കൊരു സംഭവം കിട്ടിയായിരുന്നു. എന്തായിരുന്നു? S = UT + ½ AT². ഉറപ്പാണോ? അതെ, ന്യൂട്ടൺസ് ഇക്വേഷൻ ആണല്ലേ, അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് ന്യൂട്ടൺസ് ഇക്വേഷൻ അല്ലേ? ഓക്കെ, മോഷൻ ഡൈനാമിക്സിനകത്ത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. ഇക്വേഷൻസ് ഓഫ് മോഷനകത്ത് S = UT + ½ AT² എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്യാനായിട്ട് ഗ്രാഫിക്കലി നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ഈ ഗ്രാഫ് വെച്ചിട്ടാണ്. ഒരു 4 മാർക്കിന് സ്കോപ്പുള്ള ക്വസ്റ്റ്യൻ കേട്ടോ, കളഞ്ഞേക്കല്ലേ.
4 മാർക്ക് ഉറപ്പാക്കാം. നമുക്ക് ചില ദിവസം നമ്മൾ പറയത്തില്ല 3 4 ആയിരിക്കും. ഇതങ്ങനെയല്ല, ഇത് കണ്ണുടച്ച് നമുക്ക് 4 മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. 2 രീതിയിൽ ചോദിക്കാം. വാട്ട് ഈസ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ഗ്രാഫ്, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദിസ് ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ എന്ത് ചോദിക്കാം, ഡിസ്റ്റൻസ് ടൈം റിലേഷൻ അതിൻ്റെ അകത്ത് നിന്ന് ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാം. ഈ ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാം. ഇതും ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുതും. ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ജസ്റ്റ് പാസ് മാർക്കിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പോലും ഒരു A ഗ്രേഡ് ഞാൻ ഉറപ്പ് തരാം. അത് ഫുള്ളായിട്ടൊന്ന് ഡീപ്പായിട്ട് നോക്കി പോവുകയാണെങ്കിൽ ഒരു A+ലെത്തും, ഇല്ലെങ്കിൽ ഒരു A ഗ്രേഡ് ഞാനൊന്ന് ഉറപ്പ് തരാം. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഫ്രം ദി ഫോളോയിങ്. ആരാ ഇതിനകത്ത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്? ന്യൂട്ടൺ ഉണ്ട്, ജൂൾ ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ? ഫോഴ്സ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ല. ജൂൾ എന്ന് പറയുന്നത് വർക്കിൻ്റെയും എനർജിയുടെയൊക്കെ യൂണിറ്റ് ആണ്. വർക്കും എനർജിയും ഒന്നും ഫണ്ടമെൻ്റൽ അല്ല. സെക്കൻഡ് എന്ന് പറയുന്ന ടൈമിൻ്റെ യൂണിറ്റ് ആണ്. ടൈം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇത് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് സ്പീഡിൻ്റെ അല്ലെങ്കിൽ വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ്. സ്പീഡും വെലോസിറ്റിയും ഒക്കെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്, ഫണ്ടമെൻ്റൽ അല്ല. ആര് മാത്രമേ ഉള്ളൂ ഇവിടെ? സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ക്ലിയർ? അടുത്ത് നോക്കിയേ, പിക്ക് ഔട്ട് ദി ഓഡ് വൺ പിക്ക് ഔട്ട് ചെയ്യാനാണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലർ വെലോസിറ്റി രണ്ടും എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? സർക്കുലർ മോഷനായിട്ട് റിലേറ്റ് ചെയ്താണ്. മൊമെൻറ്റം, ഫോഴ്സ് അത് രണ്ടും ലീനിയർ മോഷനായിട്ട് അല്ലേ? മോഷൻ സ്ട്രൈറ്റ് ലൈനൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ എന്താ ഇവിടെ നമുക്ക് പിക്ക് ചെയ്യാനായിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മൊമെൻറ്റം ഡയമെൻഷനുണ്ട്, ഫോഴ്സിന് ഡയമെൻഷനുണ്ട്, ആംഗുലർ വെലോസിറ്റിക്ക് ഡയമെൻഷനുണ്ട്. ആർക്ക് മാത്രം ഡയമെൻഷൻ ഇല്ല? ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയമെൻഷൻ ഇല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ? ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്ന് പറയുന്നത് ആംഗിളാണ്. ഇതിനാരില്ല? ഡയമെൻഷൻ ഇല്ല. ഇനി ആംഗുലർ വെലോസിറ്റി എന്ന് പറയുമ്പം ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ശരിയാണോ? ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഇതിന് ഡയമെൻഷൻ ഇല്ല, പക്ഷെ ടൈമിന് ഡയമെൻഷൻ ഉണ്ടല്ലോ. 1/t, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? t⁻⁻1 എന്ന് എഴുതാം. ആംഗുലർ വെലോസിറ്റി θ/t ആണ്. തീറ്റയ്ക്ക് ഡയമെൻഷൻ ഇല്ല. ആർക്കുണ്ട്? ടൈമിനുണ്ട് അല്ലേ? അപ്പം 1/t ആണ്, t⁻⁻1 ആണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പഠിച്ചപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു എക്സ്ട്രാ പോയിന്റും കൂടി പഠിച്ചു. എന്ത് പഠിച്ചു? ആംഗുലർ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണെന്നും കൂടി പഠിച്ചു. ഓക്കെ ആണോ? ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആണ്. എന്ന് വെച്ചാൽ 1/ഡയമെൻഷൻ t ആണ്. ദാറ്റ് ഈക്വൽ ടു t⁻⁻1 ആണ്. അങ്ങനെയെങ്കിൽ ആംഗുലർ വെലോസിറ്റിക്കും ഫ്രീക്വൻസിക്കും ഒരേ ഡയമെൻഷനാണ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോണേ. ആംഗുലർ വെലോസിറ്റിക്കും ഫ്രീക്വൻസിക്കും സെയിം ഡയമെൻഷനാണ്. അതിൻ്റെ രണ്ടിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 23+ മാർക്സിൻ്റെ ഏകദേശം 20+ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 23 അടുത്ത് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൗണ്ട് ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, പ്ലസ് നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വന്നാലും അറൗണ്ട് ഒരു 40 മാർക്സിനടുത്തുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് വാച്ച് ചെയ്ത് പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചോണേ. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ.